കേരള സർവകലാശാല സസ്പെൻഷൻ വിവാദത്തിന് പിന്നാലെ റദ്ദാക്കിയ രജിസ്ട്രാർ KS അനിൽകുമാറിന്റെ ID പുനഃസ്ഥാപിച്ചു. താൽക്കാലിക VC ഇൻചാർജ് ഡോക്ടർ സിസ തോമസ് സസ്പെൻഡ് ചെയ്ത ID ആണ് ഇപ്പോൾ പുനഃസ്ഥാപിച്ചിരിക്കുന്നത്. ഹാൻസ് ജോൺ ഉണ്ട് വിശദാംശങ്ങളുമായി. ഹാൻസ്, ഈ ID പുനഃസ്ഥാപിക്കുന്നതിലൂടെ KS അനിൽകുമാറിനെ വീണ്ടും അംഗീകരിക്കുന്ന ആ ഒരു നിലപാടിലേക്ക് എത്തുകയാണോ? എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? സംഗീത, ജൂലൈ 2-നാണ് വൈസ് ചാൻസലർ ആയിട്ടുള്ള ഡോക്ടർ മോഹനൻ കുന്നുമേൽ ഭാരതാംബ വിവാദത്തിൽ രജിസ്ട്രാർ ആയിട്ടുള്ള KS അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഉത്തരവിടുന്നത്. പിറ്റേ ദിവസം താൽക്കാലിക VC ഇൻചാർജായി ചുമതല ഏറ്റെടുത്ത ഡോക്ടർ സിസ തോമസ് അന്നേ ദിവസം തന്നെ രജിസ്ട്രാർ ആയിട്ടുള്ള KS അനിൽകുമാറിന്റെ ID സസ്പെൻഡ് ചെയ്തിരുന്നു. ഇത് പ്രധാനമായും അദ്ദേഹം യാതൊരു വിധത്തിലുള്ള ഫയലുകളും നോക്കരുത് എന്നുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ നടപടി. പക്ഷേ പിന്നീട് അദ്ദേഹം നേരിട്ടുള്ള ഫയലുകളും പരിശോധിക്കരുതെന്നും കൂടാതെ ഈ ഫയലുകൾ അദ്ദേഹത്തിന് അയക്കരുതെന്നും അടക്കം നിർദ്ദേശം VCയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. പക്ഷേ ഇത് മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ സിൻഡിക്കേറ്റിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ രജിസ്ട്രാർ ആയിട്ടുള്ള KS അനിൽകുമാറിന്റെ ID പുനഃസ്ഥാപിച്ചിട്ടുള്ളത്. ഇതോടുകൂടി അദ്ദേഹത്തിന് ഈ ഫയലുകൾ അടക്കം പരിശോധിക്കാൻ കഴിയും. പക്ഷെ അപ്പോഴും മറ്റൊരു സങ്കീർണത ഈ വിഷയത്തിൽ നിലനിൽക്കുകയാണ്. രജിസ്ട്രാർ പരിശോധിക്കുന്ന ഈ ഫയലുകൾ VC അംഗീകാരം നൽകുമോ എന്നുള്ള ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നു. അതിനോടൊപ്പം തന്നെ പേപ്പർ ഫയലുകൾ അദ്ദേഹത്തിന് പരിശോധിക്കാൻ കഴിയാത്ത അവസ്ഥയും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സർവകലാശാലയിലുള്ള പ്രശ്നങ്ങൾക്ക് ഇപ്പോഴും പരിഹാരമായിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൂടാതെ തന്നെ ഇത്തരത്തിൽ ID പുനഃസ്ഥാപിച്ചതോടെ വൈസ് ചാൻസലറും നടപടി സ്വീകരിക്കാനുള്ള സാധ്യതയുണ്ട്. അതോടുകൂടി രജിസ്ട്രാറും വൈസ് ചാൻസലറും തമ്മിലുള്ള പോര് വീണ്ടും വർദ്ധിക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. സംഗീത. ശരി ഹാൻസ്.